അപ്പോൾ എനിക്ക് പായസം കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് തോന്നിയപ്പോഴേക്കും അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുഴുക്കലരി എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ്, അതൊരു 1.5 ഗ്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് അത് അടച്ച് ഒരു 5-6 ചൂള കേൾപ്പിക്കുക. ഞാൻ ഒരു 4 ചൂളയാണ് കേൾപ്പിച്ചത്, പക്ഷെ അത്രയും വെന്തില്ലായിരുന്നു. പിന്നെ വേറൊരു കുക്കറിൽ കുറച്ച് അധികം പാലെടുത്തിട്ട് അതിലോട്ട് പഞ്ചസാരയും നമുക്ക് ആവശ്യത്തിന്, ഇതിനൊരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഈ പാലുണ്ടാക്കി കഴിയുമ്പോഴത്തേനും. എന്നിട്ട് ഈ എന്താ ഷുഗർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ അവിടെ ഭയങ്കര കുറച്ച് തീയിൽ വെച്ചിട്ട് അതൊന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കളറായിട്ട് കിട്ടും, നല്ലൊരു മിൽക്ക് മെയ്ഡിൻ്റെ കളർ പോലെ കിട്ടും. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ പാലെല്ലാം കൂടി ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് ഏലക്ക ചതച്ചതും കൂടി ഇട്ട്, പിന്നെ കുറച്ചും കൂടി പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്, ഒരു ഇത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ ഈ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇളക്കലാണ് പണി. ഇനി കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല തിള വരും. അപ്പോൾ നമ്മൾ ഞാൻ 2-3 തുളസിയില ഇട്ടിട്ടുണ്ട്, ഒരു അമ്പലം എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ ചൂടാറാൻ വേണ്ടി വെക്കുക, എന്നിട്ട് കുടിക്കുക.